നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്ക്രൈബസിൽ എങ്ങനെ ടേബിൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രൈബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രൈബസിൽ നമുക്ക് ഇപ്പോൾ പുതിയ വെർഷൻ, അതായത് ബീറ്റ വെർഷനാണ്. ബീറ്റ വെർഷനിൽ നമുക്ക് ടേബിൾ എടുക്കുമ്പോൾ അതൊന്നും എനേബിളേ അല്ല. കാരണം ടേബിൾ വളരെ ഇമ്മച്ചുവറാണ്. ഇതിനകത്ത് ടേബിൾ ഇൻഡിസൈനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ശോകമാണ്. അതുകൊണ്ട് തന്നെ നേരായ വഴിക്ക് ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പേജ് മേക്കറിലൊക്കെ ഫോളോ ചെയ്യുന്ന പോലെ ടാബ് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വരകളൊക്കെ വരച്ചിട്ടൊക്കെ ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. അതും കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ടേബിൾ ഉണ്ടാക്കാനൊരു നല്ല കിടിലൻ വിദ്യ സ്ക്രൈബസിനകത്ത് തന്നെയുണ്ട്. അത് ലാറ്റെക് ഉപയോഗിച്ചിട്ടാണ്. ലാറ്റെക്കിനെ കുറിച്ച് ഞാനൊരു വിശദമായ വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി കാണാം. എന്നാൽ ഇത് ചെയ്യാൻ ലാറ്റെക് നിങ്ങൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാലും അറിഞ്ഞിരുന്നെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. പഠിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പുസ്തകം ചെയ്യാൻ ഈ പറയുന്ന സ്ക്രൈബസിനേക്കാൾ ഇൻഡിസൈനേക്കാൾ ഒരേ ടൈപ്പ് ലേഔട്ട് വരുന്ന പുസ്തകങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലാറ്റെക് തന്നെയാണ്. എന്തായാലും ലാറ്റെക്കും ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൽ ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ലാറ്റെക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു റെൻഡർ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമ്മളൊരു സാധനം വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻഡറിങ് ഒരു സാധനം ഓൾറെഡി ഇതിൽ ഉണ്ടോ, ഒരു മാത്സ് ഇക്വേഷനൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ എഡിറ്റ് സോഴ്സ് കൊടുത്താൽ നമുക്കതിന് സോഴ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സോഴ്സ്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കിത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടി ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മളതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട, അത് വിട്ടേക്കാം. ഓക്കെ. പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ലാറ്റെക്കിൻ്റെ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ലാറ്റെക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ ലാറ്റെക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഫസ്റ്റ് വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിന് C-Tech എന്നുള്ള പാക്കേജും കൂടി അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്യണം. അതും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മലയാളം ലാറ്റെക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ലാറ്റെക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ലാറ്റെക് ബേസിക് സെറ്റപ്പ് ചെയ്യാൻ മനസ്സിലാവും. അത് സെറ്റപ്പ് ചെയ്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. വിൻഡോസിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എനിക്ക് ധാരണയില്ല. ഞാൻ വിൻഡോസിൽ ഉപയോഗിച്ചിട്ടില്ല. വിൻഡോസിലും ഈ ലാറ്റെക് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ലാറ്റെക് സപ്പോർട്ട് സെറ്റ് ചെയ്ത് വെക്കണം, ലാറ്റെക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അതിന് വേണ്ടത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് വേണ്ടത് എക്സൽ ടേബിൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ എക്സൽ എന്നല്ല പറയുന്നത്, നമ്മുടെ ലിബ്രെ ഓഫീസിൽ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്തെങ്കിലും ടേബിൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധാരണ ടേബിൾ കിട്ടുക എക്സൽ ചെയ്തിട്ടാണ് കിട്ടുക. എക്സൽ ടേബിൾ നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൈബസ് ടേബിളാക്കി മാറ്റാൻ പറ്റും. അതിന് നമുക്കൊരു പ്ലഗിൻ ആവശ്യമുണ്ട്, മാക്രോ ആവശ്യമുണ്ട്. കാൽക് ടു ലാറ്റെക് എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡഗ്ഡഗോ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കിലേക്ക് പോവുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നാൽ ബിഫോർ യു ഇൻസ്റ്റാൾ ഡൗൺലോഡ് സിപ്പ് ഹിയർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നതിന് ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നേരെ സോഴ്സ് ഫോർജിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഈ സോഴ്സ് ഫോർജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ. കാൽക് ലാറ്റെക് 24 ലിനക്സ് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് എന്ന് കൊടുക്കുന്നു, എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫോൾഡർ കിട്ടുന്നു, കാൽക് ലാറ്റെക് എന്നൊരു ഫോൾഡർ കിട്ടും. ഇതിനകത്ത് 2-3-4 ഫയലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ. ഇതിനാണ് അൺസിപ്പ് ചെയ്ത് അവിടെ വെക്കുക. പിന്നെ കാൽക് ലാറ്റെക്കിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഞാൻ linux.zip ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ലിനക്സിൻ്റെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഡോസിൻ്റെയും കിട്ടും, വിൻഡോസിനുള്ള സിപ്പും കിട്ടും. വിൻഡോസ് ഉപയോഗിക്കുന്നവർ ഇത് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ലിനക്സാണ് ഉപയോഗിക്കുന്നത്. ലിനക്സിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നു. ലിബ്രെ ഓഫീസ് ലിനക്സിലും കിട്ടും, വിൻഡോസിലും കിട്ടും. അപ്പോൾ ലിബ്രെ ഓഫീസ് ഉപയോഗിക്കുക. ഈ ഒരു സാധനമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ തന്നെ ഞാൻ അൺസിപ്പ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കളികൾ എക്സലിലാണ്, ലിബ്രെ ഓഫീസ് കാൽക്കിലാണ്. കാൽക്ക് എടുക്കുന്നു, ടൂൾസിൽ പോകുന്നു, താഴെ വന്ന് മാക്രോസിൽ പോകുന്നു, ഓർഗനൈസ് മാക്രോസിൽ ബേസിക് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നിലവിലുള്ള സാധനം കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് അവിടെ ഓർഗനൈസർ എന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ലൈബ്രറീസ് കാണാം, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ലൈബ്രറീസ് എന്നൊരു സാധനം കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാൽക് ലാറ്റെക് തുറക്കുന്നു. അതിനകത്തെ script.xlv എന്നുള്ള ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ. അത് ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മളിതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. ക്ലോസ് അടിക്കുന്നു. ഇങ്ങനെ ക്ലോസ് അടിച്ചാൽ നമുക്കിനി ടൂൾസിൽ പോയി കഴിഞ്ഞാൽ മാക്രോസിൽ പോയിട്ട് റൺ മാക്രോ കൊടുത്തു കഴിഞ്ഞാൽ മൈ മാക്രോസ് ക്ലിക്ക് ചെയ്താൽ കാൽക് ലാറ്റെക് എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ കാൽക് ലാറ്റെക്കിനുള്ളിലുണ്ടാവും.
ഇങ്ങനെ കുറേ സാധനം കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ റൺ ചെയ്തതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ ഉണ്ടാക്കാം. ഞാൻ ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ജാവ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ JRE ഇൻസ്റ്റാൾ ചെയ്യണം. അത് എങ്ങനെയാണ് ഹൗ ടു ഇൻസ്റ്റാൾ JRE എന്ന് സെർച്ച് ചെയ്താൽ മതി. സിമ്പിളായിട്ടൊരു കമാൻഡ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു ഇതുണ്ടാക്കുന്നു. ഞാൻ ഇത് നോക്കിയിട്ടൊന്നല്ല, വെറുതെ ഒരു ഇതിട്ടാണ്. ഇപ്പം നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ടേബിൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ഈ ടേബിളിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള റോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ടൂൾസിൽ പോവുക, മാക്രോസിൽ പോവുക, റൺ മാക്രോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൈ മാക്രോയിൽ കാൽക് ലാറ്റെക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. മെയിൻ ക്ലിക്ക് ചെയ്യുക, റൺ അടിക്കുക. ഇത് റൺ അടിച്ചാൽ നമുക്കിങ്ങനെ ചോദിക്കും ലേബൽ വേണോ ക്യാപ്ഷൻ വേണോ എന്നൊക്കെ. ചുമ്മാ ടേബിളിന് പേര് കൊടുത്തു. ടേബിൾ ടോപ്പിലാണോ ബോട്ടത്തിലാണോ വരേണ്ടത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ മാറ്റാം. പിന്നെ കൺവേർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇതിന് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം സ്ക്രൈബസ് എടുക്കുക. ഈ റെൻഡർ ഫ്രെയിം വരച്ചതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സോഴ്സ് കൊടുക്കുക. ഇവിടെ അതങ്ങോട്ട് മാറ്റിയിട്ട് ഇതങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അപ്ഡേറ്റ് അടിക്കുന്നു. ഓക്കെ അടിച്ചാൽ ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, റെൻഡർ എററാണ് കാണുന്നത്. ആ എറർ കാണാനുള്ള കാരണം ഇത് മലയാളം കണ്ടൻറ്റ് ആയതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ കൃത്യമായിട്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ മലയാളം മര്യാദക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും എഡിറ്റ് സോഴ്സ് എടുക്കുന്നു. ഇവിടെ ഈ ലാറ്റെക് എന്ന് മാറ്റി നമ്മൾ XC ലാറ്റെക്, മലയാളം സപ്പോർട്ട് ചെയ്യുന്ന XC ലാറ്റെക്കാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. XC ലാറ്റെക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഫോണ്ട് ഹെഡേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഫോണ്ട് നമ്മൾ ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ഫോണ്ട് സ്ക്രിപ്റ്റ് ഇസിക്കൽ ടു മലയാളം. ഹൈഫൺ ക്യാരക്ടർ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഹൈഫണേറ്റ് ചെയ്യാനാണത്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. എവിടെ ഹൈഫൺ ക്യാരക്ടർ നമുക്ക് ആവശ്യമില്ല. രചന ഇഷ്ടമുള്ള ഫോണ്ട് ഞാൻ ഇവിടെ മഞ്ചേരി കൊടുക്കും. ഓക്കെ അടിക്കുന്നു. ആണല്ലേ, ഇവിടെ ഈ ഓപ്ഷനിലേക്ക് XC ലാറ്റെക് ആക്കുക. ഫോണ്ട് നമ്മൾ സെറ്റ് മെയിൻ ഫോണ്ട് സ്ക്രിപ്റ്റ് മലയാളം മഞ്ചേരി കൊടുക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് റെൻഡർ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെൻഡറിങ് ആണിപ്പോൾ കണ്ട. അപ്പോൾ ആ ടേബിൾ നമുക്കവിടെ കൃത്യമായിട്ട് റെൻഡർ ചെയ്ത് കിട്ടി. വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അതിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റാൻ പറ്റും. അതിൻ്റെ സൈസ് കൂട്ടുക അല്ലെങ്കിൽ മറ്റൊരു മെർജ് ചെയ്യുക, അതൊക്കെ നമുക്ക് ലാറ്റെക് വെച്ച് ചെയ്യാൻ പറ്റും. ലാറ്റെക് അറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് എളുപ്പമാണ്. ഇതാണ് സംഭവം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, അത് വേറൊന്നുമില്ല. അത് നമുക്ക് അതിൻ്റെ ഇതൊരു ഇമേജ് പോലെയാണ് ഇവിടെ റെൻഡർ ചെയ്യുക. നമുക്ക് ഈ പ്രിവ്യൂ സെറ്റിങ്സിൽ പോയിട്ട് ഫുൾ റെസൊല്യൂഷൻ കൊടുത്താൽ നമുക്കത് ഫുൾ റെസൊല്യൂഷനിൽ തന്നെ കാണാൻ കഴിയും. കണ്ടോ, ഒന്ന് സൂം ചെയ്യാം. കൃത്യം ഫുൾ റെസൊല്യൂഷൻ തന്നെ നമുക്കത് കിട്ടുന്നത് കാണാം. ഇനി ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കൂടി നമുക്ക് മാറ്റിയിട്ട് വളരെ വൃത്തിയാവും. ഫയലിൽ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ലാറ്റെക് ഈ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, C ലാറ്റെക് ആക്കി വെക്കാം. അതുപോലെ തന്നെ എത്ര DPIയിലാണ് വരുന്നത്, 372 അടുക്കുക, അത് കുറച്ച് കുറവാണ്, 300 ആക്കി വെക്കണമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ടേബിൾ വളരെ വൃത്തിയായിട്ട് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക. നമുക്കിതൊന്ന് PDF ആക്കി നോക്കാം. ഇതേ നമ്മൾ ആക്കിയ PDF ആണ് ഈ കാണുന്നത്. ഒരു ക്ലാരിറ്റി പ്രശ്നമില്ല, വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ടേബിളിനെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാറ്റെക് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ടേബിളിനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുക, സ്ക്രൈബസിനകത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക. എത്ര വലിയ ടേബിൾ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായി മുന്നേ വലിയ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.